ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ എൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് മായേ റോസ്വില്ലേ? കാരണം എൻ്റെ സൗണ്ട് വരെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ മായ പറഞ്ഞു ചേച്ചിയുടെ സൗണ്ട് ഇന്ന് അനിയത്തി ബെൻസിയുടെ കൂട്ട് ഉണ്ടെന്ന്. റോസ്വില്ല ചോദിച്ച് എന്താ മുത്തേ സൗണ്ട് ഒരു വല്ലാതിരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇന്നലെ എനിക്കൊരു രാവിലെയൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു ഉച്ചയ്ക്ക് എല്ലാ ജോലികളും കഴിഞ്ഞ് കൊച്ചു വന്ന് കൊച്ചിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കൊച്ചിനെല്ലാം കൊടുത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് സമയത്ത് അങ്ങനെ കഴിക്കാറില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വന്നിരുന്നുണ്ട്. എനിക്ക് പെട്ടെന്നൊരു ബോഡി പെയിനും ആദ്യം എനിക്ക് എൻ്റെ സ്പൈനലിൻ്റെ അവിടെ വരുന്നത്. അപ്പം ഞാൻ ചിന്തിച്ച് ജോലി ചെയ്തതിൻ്റെ ആയിരിക്കും എന്ന്. ആ വേദന കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് തലവേദനയും ബോഡി പെയിനുമായി ഒരു എന്താ പനി വരുന്ന ഒരു നമുക്കൊരു ഫീലിംഗ് തോന്നുമല്ലോ, അതുപോലായി. പിന്നെ പാരാസെറ്റമോളൊക്കെ എടുത്ത് കഴിച്ച് കുറവില്ലെങ്കിൽ എന്നാൽ ക്ലിനിക്ക് ഇവിടെ നമ്മുടെ സൊസൈറ്റി തന്നെ വൈകുന്നേരം ഡോക്ടർ വരുമല്ലേ, അങ്ങനെ പോകാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ സൗണ്ടിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഇന്നലെ എന്നാൽ വീഡിയോ ഇടേണ്ടതെന്ന് പറഞ്ഞൊക്കെ ഇരുന്നയാ. അപ്പോൾ യൂട്യൂബ് ഇപ്പം ഭയങ്കര ഓരോ എപ്പം ആരുടെയൊക്കെ ചാനൽ പോയെന്ന് നോക്കിയാൽ മതി, ഭയങ്കര ചട്ടങ്ങളും റൂളുകളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ തന്നെ പാട്ടുകളൊക്കെ ഇടാൻ എന്നാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു പാട്ട് ഇടുന്നുണ്ട്. അഥവാ അവർ കോപ്പിറൈറ്റ് ചെയ്യുമെങ്കിൽ പിന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്യും. നോക്കട്ടെ. കാരണം ഇന്നത്തെ വീഡിയോയിലും അങ്ങനെ ഒന്നും ഞാൻ കുക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ഒന്നും അങ്ങനെ വീഡിയോ ഇല്ല. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പോളിൻ്റെ കോളേജിൽ എല്ലാവരും പിള്ളേർ കൂടുതലും നോൺ വെജ് കഴിക്കത്തില്ല, വെജിറ്റേറിയൻ ആണെന്ന് പറയാൻ വേണ്ടി ഞാൻ എന്താ പറഞ്ഞത്, നോൺ വെജിറ്റേറിയൻ എന്നങ്ങാണ് പറയാം. അപ്പം ഓമനാൻറ്റി കമൻ്റ് ഇടുകയും ചെയ്ത് വെജിറ്റേറിയൻ ഓ നോൺ വെജിറ്റേറിയനോ. അപ്പം ഞാൻ ചിന്തിച്ച് ഓമനാൻറ്റി പറയുന്നത് കോളേജിലൊക്കെ എല്ലാവരും ഇങ്ങനെ എന്നിട്ടും എനിക്ക് ക്ലിക്കാവുന്നില്ല. നോൺ വെജിറ്റേറിയൻ എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കും അങ്ങനെയുള്ള അർത്ഥമല്ല പറയും. പിന്നെ വൈകുന്നേരം ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന് വിജി ഇങ്ങനെ പറഞ്ഞത് അതൊന്ന് ക്ലിയർ ആക്കണമെന്ന്. അപ്പം ഞാൻ ചെന്ന് കേട്ട് എന്നിട്ട് ഞാൻ ഓമനാൻറ്റിക്ക് റിപ്ലൈ ഇടുകയും ചെയ്തു. അതെ, എന്നിട്ട് ഞാനിത് കേട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെന്ന് ഓമനാൻറ്റിക്ക് വീണ്ടും റിപ്ലൈ അത് ഡിലീറ്റ് ചെയ്തിട്ട് റിപ്ലൈ ഇട്ടു വെജിറ്റേറിയനാണ്. ചില സമയത്ത് നാക്ക് പിഴച്ചു പോകും കേട്ടോ. കാരണം നമ്മൾ പറയുന്നത് ചിലർ സ്കിപ്പ് അടിച്ച് പോകുന്നവരതൊക്കെ ശ്രദ്ധിക്കത്തില്ല. സ്കിപ്പ് അടിക്കുക അതിനത് കേൾക്കുമ്പം ഇതൊക്കെ മനസ്സിലാവും നമ്മൾ പറയുന്ന ഓരോ വീടുകളൊക്കെ. പിന്നെ എന്തെങ്ങാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പറയാൻ, ഓർക്കുവാണെങ്കിൽ ഞാൻ പറയാം. പിന്നെ ഒന്നുമില്ല കേട്ടോ. ഇനിയും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നും ഓൺലൈനിൽ മീറ്റിങ്ങിന് പാടിയൊരു പാട്ട് ഇത് ഞാൻ നേരത്തെ എടുത്ത പാട്ട്. ഇത് അഥവാ നിങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണം നമ്മൾ വെറൈറ്റി ചിലപ്പോൾ പാടിയ പാട്ട് തന്നെ പാടും. അപ്പോൾ ഈ വീഡിയോ തന്നെ നേരത്തെ എൻ്റെ മൊബൈലിൽ കിടന്നതാണ്, അതാ ഞാൻ എടുത്തത്. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഇത് ഇട്ടിട്ടുണ്ടോ എന്ന്. താല്പര്യമുള്ളവരൊക്കെ കേൾക്കുക കേട്ടോ. ഓക്കെ. പിന്നെ സൺഡേ മിക്കവാറും 3 മണിക്ക് ലൈവ് വരും കേട്ടോ. അഥവാ നാളെ ടൈം ഉണ്ടെങ്കിൽ നോക്കട്ടെ, ഇല്ലെങ്കിൽ സൺഡേ വരാം. ഞാനങ്ങനെ മിക്ക ദിവസവും ഇങ്ങനെ ഇഡലി ദോശ മാവ് അരച്ച് വെക്കുന്നതിൻ്റെ അന്ന് പ്രൈസം മോന് മസാല ഇഡലി ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം അതിന് ഞാൻ ചെറിയ ഇഡലിയൊക്കെ ഉണ്ടാക്കിയെടുത്തായിരുന്നു. അപ്പം പോൾമോനാണെങ്കിൽ ചിലപ്പം എന്താ അതിൻ്റെ കൂടെ ചട്നി ആണെങ്കിൽ ചട്നി അവൻ ഇത്തിരി സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകുമല്ലേ. അപ്പം അതുകൊണ്ട് കൊച്ചവന് ഇങ്ങനെ മസാല ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം കുഞ്ഞ് ഇഡലിയൊക്കെ ഞാനൊന്ന് തട്ടിയിടട്ടെ. അപ്പം ഇന്നാളില്ല ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാതിരുന്നിട്ട് രാവിലെ എന്താ കൊടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ട്. അതുകൊണ്ട് ഞാനിപ്പം മിക്കവാറും ഇവിടെ ബ്രെഡ് അങ്ങ് വാങ്ങിച്ചു വെക്കും. എമർജൻസിക്ക് നമുക്ക് വേണമെങ്കിൽ ബ്രെഡും ജാമും ശ്രീകണ്ഠും ഇവിടെ ഇപ്പം സ്റ്റോക്കാണ്. അഥവാ രാവിലെ നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങ് കൊടുത്താൽ മതിയല്ലേ.
അപ്പോൾ ഞാൻ അവനും വേണ്ടി മാത്രമേ മസാല ഇഡലി ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി. ഇതിപ്പോൾ എനിക്ക് ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഉണ്ടാക്കും. ഇന്നലത്തെ മോരുണ്ട്, മീൻ ഇരിപ്പുണ്ട്, അങ്ങനെ അതൊക്കെയുണ്ട്. പിന്നെ എന്തെങ്കിലും ചപ്പാത്തിക്ക് ഒരു കൂട്ടാൻ വെച്ചാൽ മതി. പിന്നെ അല്ലേലും നമുക്ക് ആവുകയും വയ്യത്തില്ല. എല്ലാം ഈ തുണി കഴുകൊക്കെ ഉണ്ടല്ലേ, അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. ഒരു ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം ഇങ്ങനെ കൂടിയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. നമ്മൾ കുക്കിംഗ് ചെയ്തില്ല എങ്കിലും ഒരു വീട്ടിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളൊക്കെ ശരിക്കും ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തേ അല്ല ഒക്കത്തുള്ളൂ. ഇന്നലെ വീഡിയോ കണ്ടോണ്ടേ പ്രസന്ന എന്ന് പറഞ്ഞ് ഒരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നെന്ന്. അപ്പം ഞാനില്ല, ചില ദിവസം പറയുന്ന പോലെ ഉണ്ട്, നമ്മളിൽ ഉറങ്ങി എണീറ്റൊക്കെ വരുമ്പോഴേ ഒരു ചായ കൊണ്ട് കയ്യിൽ തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് ചിന്തിക്കുന്നത് പോലെ. അപ്പം ഞാൻ മസാല ഇഡലി ഉണ്ടാക്കി. അതിന് ശേഷം ചട്നി അരച്ചായിരുന്നു, തേങ്ങ ചട്നി അല്ലെങ്കിൽ ചമ്മന്തിക്കറി എന്ത് വേണേലും പറയാം. അപ്പം ഞാനിവിടെ ഡാഡിക്ക് കൊടുക്കാൻ വേണ്ടി ഡാഡിക്ക് ദോശ ഇഷ്ടം, ദോശ ഉണ്ടാക്കി ഡാഡിക്ക്. അങ്ങനെ പിന്നെ വലിയ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പോളിന് ഇച്ചിരി കൂടുതൽ കുഞ്ഞൻ ഇഡലിയാണ് ഞാൻ എടുത്തത്. കാരണം ആരെങ്കിലും പിള്ളേരിങ്ങനെ എടുക്കുവാണെങ്കിൽ അവർക്ക് എടുക്കാൻ എളുപ്പത്തക്ക വിധത്തിൽ ഇങ്ങനെ കുഞ്ഞൻ ഇഡലി ഉണ്ടാക്കിയിട്ട് അവന് 2 ബ്രേക്കുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു, ഒന്ന് ലൈറ്റായിട്ടും കൊടുക്കും, ഒന്ന് ഇച്ചിരി ഇതായിട്ടും കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, നീ ഈ ഇഡലിയും ചട്നിയും ഫസ്റ്റ് ബ്രേക്കിനങ്ങ് എടുക്കുക. കാരണം നമ്മൾ ഈ കടല അരച്ചത് കൊണ്ടേ 2 മണി കഴിഞ്ഞിട്ടല്ല അടുത്ത ബ്രേക്ക് വരത്തുള്ളൂ. അതിലിച്ചിരി പന്നലായാൽ എന്തോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, പിന്നെ ഫസ്റ്റ് ബ്രേക്കിൽ ഇതങ്ങ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനുള്ള ഇതൊന്ന് തയ്യാറ്. എന്നിട്ട് ഞാനൊരു സ്പൂണൊക്കെ വെക്കും. ഞാൻ ചോദിച്ചു, ഓരോരുത്തർ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ അവൻ പറ, എല്ലാവരും ഇതുപോലെ ആരും കൊണ്ടുവരത്തില്ല മമ്മി, ഒന്നീ ക്രീം ബണ്ണ് അങ്ങനെ. കാരണം കൈ അഴുക്കാവാത്ത രീതിയിലുള്ള ഒരു ദിവസം കൊണ്ടുവന്നത് പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഇവിടുത്തെ ഈ പഴം നമ്മുടെ ഏത്തയ്ക്കൊന്നുമല്ല, ഇവിടെ കിട്ടുന്ന ഈ പഴവും, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി നട്ട്സൊക്കെ ഇട്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞ്, നിനക്കും അത് തന്നു വിടട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ, അയ്യേ എനിക്ക് വേണ്ട, അവനീ പഴം ഇങ്ങനെ അരിഞ്ഞ് കൊണ്ടുപോകുമ്പം പിന്നെ അതങ്ങ് ഒരിത്തിരി വല്ലാത്ത കളറാവുമല്ലേ, അവനത് വല്ലാത്ത ഇതാവും. അവൻ പറഞ്ഞ്, എനിക്കെങ്ങും വേണ്ടെന്ന്. എന്നിട്ട് ആരോ പയറ് ഇങ്ങനെ പുഴുങ്ങിയത്, മുതിര, കടല, അതൊക്കെയാണ് പിള്ളേർ കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ അവൻ 2 പേരുടെയും ടിഫിൻ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ 6 മണി ആവത്തേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു തട്ട് വലിയ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരത്തേക്കിനൂടെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ചട്നി ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇവർക്ക് ഡാഡിക്കും അവർക്ക് 3 എനിക്ക് പിന്നെ വൈകിട്ട് അങ്ങനെ ഒരു പരിപാടിയില്ല. അവർ ചായയൊന്നും കുടിക്കത്തില്ല, എന്നാലും വിശക്കുമ്പം ഇത് കൊടുക്കും. ഇനിയും കാണിക്കുന്നത് ഞാനും പിള്ളേരൂടെ ഓൺലൈനിൽ നിന്ന് പാടിയ പാട്ടാണ് കേട്ടോ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചൊല്ല നിന്മേൽ മൂടിയെന്നാലും
ഭയപ്പെടേണ്ടിനിയും സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും തീച്ചൊല്ല നിന്മേൽ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എന്താ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയായിരുന്നോ? ചോദിക്കുമല്ലോ, എഴുതുവാ. അതിന്റെ ക്വസ്റ്റ്യൻ എല്ലാം നീ എഴുതിയിട്ട് നീ തന്നെ ആൻസർ എഴുതുക. അല്ല, അത് നോക്കിയല്ല ക്വസ്റ്റ്യൻ നീ എഴുതുവാ. ആ അങ്ങനെ ഇരുന്നോ, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ നിനക്ക്. എന്തോ മൊബൈല് കാണണം. ആ റീസൺ തമാശ എടുക്കരുത് എപ്പോഴും കേട്ടോ. ജോലി ചെയ്യത്തോ നീ അത് പഠിച്ചിട്ടോ, എന്നിട്ട് ഇവിടെ എല്ലാം തൂത്ത് തുടയ്ക്കും. വേണ്ട, അത് ചെയ്യണ്ട, നീ പഠിച്ചിട്ട് ചെയ്താൽ മതി. അവന് ജോലി ചെയ്യാൻ ഉഷാർ, തിന്ത പാത്രം കഴുകത്തില്ല, എന്നിട്ടാ ജോലി ചെയ്യാൻ ഉഷാറ്. നിന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല, നീ അങ്ങ് പഠിച്ചാ മതി സന്തോഷത്തോടുകൂടി. ആ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എക്സാം അല്ലേലും നിനക്കിത് വലിയ എക്സാമാണ്. ഒന്നുമില്ല, നിന്റെ പാട്ട് കേട്ടോണ്ട് വന്നേ ഞാൻ ഇവിടോട്ട്. ഇനി ഞാൻ വിരിച്ചിട്ട ഷീറ്റുകളൊന്നും കയറി നിനക്ക് ഇരിക്കണേ ചെയറേ ഇരുന്നോണം, കിടക്കണമെങ്കിൽ അകത്തേതി കിടന്നോണം. നീ ബാഗ് ഇവിടെ ഇങ്ങനെ വെക്കാതെ ബാഗ് എടുത്ത് എവിടെയെങ്കിലും വെച്ച് ആ അതേലോട്ട് വെക്ക്. നീ എവിടെ ഇവിടെ ഇരുന്നാണോ പഠിക്കുന്നേ? എന്നാലും ചെയർ വേണ്ടേ നിനക്ക്? എന്നാ ബാഗ് എടുത്ത് ഈ സൈഡിലോട്ട് വെക്ക്. മര്യാദക്കിരുന്ന് പഠിച്ചോ. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.